ഹായ് ഡിയേഴ്സ്, 10ാം ക്ലാസ് ബയോളജിയിൽ 4ാം ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റ്സ് ഹോർമോൺസിൻ്റെ ഭാഗം. ആ പ്ലാന്റ്സ് ഹോർമോൺസിൽ സമഗ്ര ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഏറ്റവും ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. അപ്പോൾ എൻ്റെ മക്കൾ കൃത്യമായി നോക്കുക. ഈ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇവിടെ തന്ന ഈ ചിത്രം നമ്മൾ നോക്കും. ഇവിടെ ഒരു ഹോർമോണിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും, ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചോദിച്ച ചോദ്യം ആദ്യമായിട്ട് ഇവിടെ ഈ മൂവ് ചെയ്യുന്ന ഈ ഹോർമോൺ ഏതാ ചോദിച്ചു. അപ്പോൾ ഏത് ചെടിയുടെയും അഗ്രഭാഗത്ത് നമുക്ക് കാണുന്ന ഹോർമോണിൻ്റെ പേരാണ് ഓക്സിൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നടക്കുന്ന സസ്യങ്ങളിൽ പ്ലാന്റ്സുകളിൽ നടക്കുന്ന മൂവ്മെന്റിന്റെ പേരെന്താ? അതായത് സസ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു സസ്യം ഒരു ചെടിയാണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അവർ ആ സൂര്യപ്രകാശത്തിന്റെ ദിശയിലേക്ക് എന്താവും ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോട്രോപ്പിസം, പ്രകാശട്രോപിക ചലനം. അത് എൻ്റെ മക്കൾ ഓർത്തു വെക്കുക, ഫോട്ടോട്രോപ്പിസം. ഇനി ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്ത് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഓക്സിൻ എന്ന ഹോർമോണിന് സൺലൈറ്റ് സൂര്യപ്രകാശത്തെ ഇഷ്ടമല്ല. അതായത് ഇതൊരു ചെടിയാണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തിലുള്ള ഹോർമോൺസുകൾ, ഓക്സിൻ എന്ന ഹോർമോണുകളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള കോശങ്ങൾ സെല്ലുകളുമായി കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുത്തും. അങ്ങനെ ഓക്സിൻ എന്ന ഹോർമോൺ എന്തിനാണ്? ഒരു കോശത്തിൻ്റെ ദീർഘീകരണത്തിന്, അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, ഇപ്പോൾ ഒരു ചെടി ഇതാണ് കൂട്ടു, അതാ അതിന് ഈ ഒരു ഭാഗത്തെ ഹോർമോൺ എല്ലാം ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വളർച്ച സംഭവിച്ചു. ഇവിടെ വളർച്ച സംഭവിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്കൊരു ബെൻഡ് ഉണ്ടാവില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് ബെൻഡ് ഉണ്ടാവാൻ കാരണം. ഓക്സിജൻ ഒടുക്ക് മൂവ് ചെയ്യും ഓപ്പോസിറ്റ് സൈഡിൽ, സൺലൈറ്റ് സൂര്യപ്രകാശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചിത്രം, ഈ ഒരു ഭാഗം എൻ്റെ മക്കൾ പഠിക്കാതെ പോകരുത്.